തുടരുന്നു. തൃശൂർ മണലൂരിൽ മധ്യവയസ്കയുടെ മൃതദേഹം അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. സത്രം ശിവക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന ലതയാണ് മരിച്ചത്. ലതയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലത ഭർത്താവ് മുരളിയോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ബിസിനസ്സുകാരനായിരുന്ന ഭർത്താവിനെ 6 മാസം മുൻപ് ചെന്നൈയിൽ വെച്ച് കാണാതായിരുന്നു. തുടർന്ന് ലത നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. വിശദാംശങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. രാജു, ഈ 6 മാസം മുൻപ് ലതയുടെ ഭർത്താവിനെ കാണാതായിരുന്നു. ഇയാളെ കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായിരുന്നില്ല. ലതയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത സംശയിക്കണോ? ടോം, തൃശൂർ മണലൂരിൽ ഇന്ന് രാവിലെയാണ് സംഭവം. 56 വയസ്സുള്ള വേളയിൽ വീട്ടിൽ ലതയുടെ മൃതദേഹമാണ് അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സത്രം ശിവക്ഷേത്രത്തിന് സമീപത്താണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഏകദേശം 10 മീറ്റർ മാത്രം അകലെയുള്ള അയൽവാസിയുടെ പറമ്പിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു പതിവ് ഈ ലതയ്ക്കുണ്ടായിരുന്നു. ഇന്നും ക്ഷേത്രത്തിൽ പോയിരുന്നു. സമയം വൈകിട്ടും തിരിച്ചു വരാതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം ഇത്തരത്തിൽ കണ്ടെത്തിയത്. ലതയുടെ ഭർത്താവ്, നേരത്തെ ടോം പറഞ്ഞ പോലെ തന്നെ ലതയുടെ ഭർത്താവ് മുരളിയോടൊപ്പം ചെന്നൈയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. എന്നാൽ ഇയാൾ ഒരു ബിസിനസ്സുകാരനായിരുന്നു. 6 മാസം മുമ്പ് ബിസിനസ്സുകാരനായ ഭർത്താവിനെ കാണാതായി. ഇതേ തുടർന്ന് ലത വളരെ നിരാശയിലായിരുന്നു. തുടർന്ന് ലത നാട്ടിലേക്ക് മടങ്ങി മകന്റെയും ഭാര്യയുടെയും അതേപോലെ തന്നെ മാതാപിതാക്കളുടെയും കൂടെ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വളരെ നിരാശ കൊണ്ട രീതിയിലായിരുന്നു ലതയുടെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് ഇതൊരു പ്രാഥമികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആത്മഹത്യയാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എങ്കിലും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അന്തിക്കാട് പോലീസ്, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KB സുരേഷ് ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അന്തിക്കാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെ ഒരു മാനസികമായ ബുദ്ധിമുട്ടിനെ, ഭർത്താവിന്റെ തിരോധാനത്തെ തുടർന്നുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഭർത്താവ് മുരളിയുടെ തിരോധാനത്തെ കുറിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് രാജു? തീർച്ചയായും ടോം, കഴിഞ്ഞ 6 മാസം മുൻപായിരുന്നു ഇവരുടെ ഭർത്താവ് മുരളിയെ കാണാതായത്. ഇയാൾ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ വെച്ചാണ് കാണാതായത്. അതുകൊണ്ട് തന്നെ അവിടെ പോലീസിൽ പരാതി നൽകുകയും ആ പരാതി പ്രകാരം പോലീസ് അന്വേഷണം നടത്തുകയും എന്നിട്ടും ഇതിനെ കുറിച്ചൊരു തുമ്പും ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ വളരെ നിരാശയായിരുന്നു. അത്തരത്തിൽ ഏറെ നിരാശപ്പെട്ടിട്ടാണ് ഇവർ വീട്ടിലേക്ക് മടങ്ങി വരുന്നതും ഇവിടെ മകനോടൊപ്പം താമസം ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ ഈ ഭർത്താവിന്റെ വിയോഗത്തിൽ ഭർത്താവിനെ കാണാതായിട്ട് 6 മാസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഏറെ നിരാശരായി കഴിഞ്ഞു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനെ അഭയം പ്രാപിച്ച് എന്നും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു സ്വഭാവം കൂടി ഈ ലതയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ മാനസികമായി വളരെ വിഷമത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ ഏകദേശം ബന്ധുക്കളെയും അതുപോലെ തന്നെ മക്കളോടും ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായും സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ ബന്ധുക്കളെയും മക്കളുമായും പോലീസ് ഏറെ സംസാരിക്കാറുണ്ട്. കാര്യങ്ങൾ അറിയാൻ വേണ്ടി കൂടുതൽ സംസാരിച്ചു. അതിൽ നിന്നെല്ലാം പ്രഥമ ദൃഷ്ട്യാ ഇതൊരു ആത്മഹത്യയായാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റു റിപ്പോർട്ടുകളും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തമായ നിഗമനത്തിൽ എത്താൻ കഴിയൂ എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് മധ്യവയസ്കയെ അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. നിർമ്മാതാവ്